പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. മണിക്കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് സ്വത്തുക്കൾ മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ തൻ്റെ പേരിലേക്ക് മാറ്റണമെന്നും കമ്പനിയിലെ പണം അക്കൗണ്ട് മാറ്റി തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനവുമായി ഭരത് മുന്നോട്ട് പോകുന്നത്. ഇതോടെ ഇനി തനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ കാവ്യയോട് ചോദിക്കേണ്ട അവസ്ഥ വരികയില്ല എന്നും ഭരത് കണക്കുകൂട്ടുകയാണ്. ഇതേ തുടർന്ന് ഭരത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി നീരജ ആ റൂമിലേക്ക് കയറി വരുന്നത്. ഇതോടെ ഭരത് പദ്ധതിയിടുന്ന കാര്യങ്ങളെല്ലാം നീരജ മനസ്സിലാക്കുകയാണ്. കമ്പനിയിലെ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇത് എത്രയും പെട്ടെന്ന് തന്നെ തടയേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കൃഷ്ണയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൃഷ്ണയോട് ഈ ചതികളെപ്പറ്റി വിശദമായി അറിയിച്ചിരിക്കുകയാണ് നീരജ. ഇതോടെ ഞെട്ടിപ്പോകുന്ന കൃഷ്ണ ഇതിൽ നിന്ന് ഭരത്തിനെ തടയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.